Hi all, welcome to Competitive Cracker. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അമെൻമെൻറ്റ് അല്ലേ, CSCB എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് അമെൻമെൻറ്റ്. ഒരുപാട് അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്ഷൻ 2 ഡെഫിനേഷൻസ് വന്നിട്ടുള്ള കുറച്ച് അമെൻമെൻറ്റ് പാർട്ട് 1 ആയിട്ടാണ് ചെയ്യുക. കാരണം എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് അമെൻമെൻറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? കാരണം ഇവിടെ നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കുക സബ്സ്റ്റിറ്റ്യൂഷൻസും വരുന്നുണ്ട്, അഡീഷൻസും വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്നതിന് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതായിട്ട് നിലവിലില്ലാത്തത് പുതിയതായിട്ട് വരുന്നതിനെയാണ്. അതായത് പുതിയതായിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്, അതിനെ നമ്മൾ അഡീഷൻ എന്നും നിലവിലുള്ളതിനെ അതുമായിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2AB അല്ലേ, ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് നിലവിൽ ഈ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സിനെ പറ്റി അല്ലെ സെക്ഷൻ 2AB കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുറെ ആ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക കേട്ടോ. നിലവിലുള്ളതിനെ എടുത്ത് മാറ്റി പുതിയത് വരിക, അങ്ങനെ മനസ്സിലാക്കലും തെറ്റില്ല. നിലവിൽ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു, അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അഡീഷൻ എന്നും പറയും. ഇപ്പൊ ഇവിടെ ഓർത്ത് നോക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരിക കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ എക്സിസ്റ്റിംഗ് സബ്സെക്ഷൻ 2AB. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് 2AB പറയുക? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അല്ലേ. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് 2AB പറയുക. എന്താ അർത്ഥം? നമുക്ക് നോക്കാം കേട്ടോ. എന്താ അർത്ഥം നോക്കാം. മീൻസ് അർത്ഥമാക്കുന്നത് എന്താണ്? മീൻസ് ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി, പിന്നെ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ്, preparation of audit report and includes an inquiry into the affair of the society and subsidiary institution in order to ascertain the correctness of accounts and the extent to which its activities were useful in promoting the economic welfare എന്നൊക്കെ പറഞ്ഞു പോവാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഞാനിങ്ങനെ വായിച്ചു വിടുന്നു അല്ലെ. നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. അപ്പൊ അതിന് പറയുന്നുണ്ട് മീൻസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അപ്പൊ ഇടപാടുകളെ കുറിച്ച്, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ക്ലോസ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി, സംഘത്തിന് എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലോസ് എക്സാമിനേഷൻ പറയുന്നുണ്ട് അല്ലെ, വിശദമായിട്ടുള്ള പരിശോധന പറയുന്നുണ്ട്. പിന്നെ സംഘത്തിന്റെ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. സംഘത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, പിന്നെ അതിന്റെ ഡോക്യുമെന്റുകളും മറ്റ് റെക്കോർഡ്സുകൾ, സംഘ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് റെക്കോർഡ്സുകളൊക്കെ ഇവിടെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്ന് വിശദമായിട്ട് പരിശോധിക്കണം, ഓർത്ത് നോക്കുക. പിന്നെ വരുന്ന അടുത്തൊരു പാർട്ടാണ് പ്രിപ്പറേഷൻ ഓഫ് ആഡിറ്റ് റിപ്പോർട്ട് അല്ലേ. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട അല്ലേ. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അതിലെന്തൊക്കെ ഇന്നുണ്ട്? പിന്നെ ആൻഡ് ഇൻക്ലൂഡ്സ്. ഇത് മാത്രമല്ല, വീണ്ടും കുറെ കാര്യം കൂടെ പറയുന്നുണ്ട്. ആൻഡ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ അഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ സംഘത്തിന്റെയും അല്ലെ, ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ, ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ പരിശോധന, അങ്ങനെ പറഞ്ഞുകൂടെ? സൂക്ഷ്മ പരിശോധന എന്ന് പറയാം അല്ലെ. അത് സംഘത്തിന്റെ കാര്യങ്ങൾ ഒരു ഇൻക്വയറി നടത്തുക, അല്ലെങ്കിൽ സംഘത്തിന്റെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, ഇൻക്വയറി ചെയ്യുക അല്ലെ. ആൻഡ് പിന്നെ മനസ്സിലാക്കണം, ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വെയർ യൂസ്ഫുൾ ഇൻ പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. അപ്പൊ നമുക്കറിയാം, ഒരു സംഘം രൂപീകരിക്കുന്നത് അതിലെ മെമ്പർമാരുടെ എക്കണോമിക് വെൽഫെയർ കാത്തു സൂക്ഷിക്കാനാണ് അല്ലേ. ശരിയല്ലേ? കറക്റ്റ് അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള രീതി തന്നെയാണ്, ഒരു സംശയം വേണ്ട. നമ്മൾ എത്ര പറഞ്ഞാലും എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സിന് വേണ്ടിയാണ് സംഘം രൂപീകരിക്കുക എന്ന് ഓർത്ത് നോക്കുക. അപ്പൊ ഇവർ ഓഡിറ്റർ കറക്റ്റ് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എന്താണ് നോക്കണം, എത്രത്തോളം സംഘത്തിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ആ ഒരു ലക്ഷ്യം നമുക്ക് ലക്ഷ്യം അല്ലെ, ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു എക്കണോമിക് വെൽഫെയർ അതിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം എത്തുന്നുണ്ട് അല്ലെ. സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണമെന്നല്ലേ പറയും അല്ലെ. ആൻഡ് ടു എക്സ്റ്റെന്റ് ഓഫ് ഇറ്റ് ആക്ടിവിറ്റീസ് വെയർ യൂസ്ഫുൾ ഇൻ പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പർ. ആ സംഘത്തിന്റെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കഴിയുന്നുണ്ട് അല്ലെ, സംഘത്തിന്റെ ആ ഒരു ആക്ടിവിറ്റീസ് എത്രത്തോളം അതിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും, പിന്നെ നോക്കണം സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്താണ് സഹകരണ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടല്ലേ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഈ ഓഡിറ്റിംഗിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബൃഹത്തായ കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു ഡെഫിനേഷനിൽ തന്നെ നമ്മൾ കീറി മുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ചെറിയ കാര്യം ജസ്റ്റ് പോയി ചുമ്മാ ബുക്കും സ്ലിപ്പും നോക്കുക മാത്രമല്ല എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നോക്കിയേ, ഇവിടെ
നമുക്ക് പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് അല്ലെ, ഇതാണ് ഇവിടെ കൂട്ടിച്ചേർത്തത് അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഘങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഇത്ര വിശദമായിട്ട് പഠിക്കേണ്ട, കമ്പ്യൂട്ടറൈസ്ഡ് അതായത് സിസ്റ്റം കൂടെ അവർ വന്ന് ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നിലവിൽ അങ്ങനെ സിസ്റ്റം ഒന്നും വന്ന് ഓഡിറ്റ് ചെയ്യാറില്ല, സിസ്റ്റം വെച്ച് ഓഡിറ്റ് ചെയ്യാറില്ല. നമ്മളോട് ഡേ ബുക്ക്, സ്ലിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചാണ് അവർ ഓഡിറ്റ് നടത്തുക. പക്ഷേ ഇനി മുതൽ ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ ഒക്കെ വരും, പിന്നെ അത് പ്രോപ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ അംഗീകരിച്ച സോഫ്റ്റ്വെയർ ഒക്കെ വരും. അപ്പോൾ ആ സോഫ്റ്റ്വെയർ വെച്ചും കൂടെ ഇവർ കാര്യങ്ങൾ ചെക്ക് ചെയ്യും, അതായത് സിസ്റ്റം കൂടെ വെച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് അഡീഷൻ ആണ്. ആടെന്ന് പറയാൻ അഡീഷൻ, നിലവിൽ ഇല്ലാത്ത പുതിയൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യുകയാണ് അല്ലേ. നോക്കിയേ, ആഡ് സബ്സെക്ഷൻ 2AD. അപ്പൊ 2AD എന്ന് പറയുന്ന അല്ലെ ഡെഫിനിഷനിലെ AD എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് വരികയാണ്. നിലവിൽ പറയാത്ത ഒരു കാര്യം പുതിയതായിട്ട് പറയുകയാണ് അല്ലെ. അതായത് 2AC എന്ന് പറയുന്ന ആ ഒരു സബ്സെക്ഷന്റെ താഴെയായിട്ട് വേണം കേട്ടോ 2AD കൊണ്ടുവരാന്ന് പറയുന്നത്. 2AD ആഡ് ചെയ്യാൻ. 2AD എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ് അല്ലേ. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്താണെന്ന് അവർ ഇവിടെ ഡിഫൈൻ ചെയ്യണം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് മീൻസ് എ ക്ലോസ് അസസ്മെന്റ് ഓഫ് ഓൾ അഫെയർ ഓഫ് ദ സൊസൈറ്റി. അപ്പൊ സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കുള്ള ഒരു ക്ലോസ് അസസ്മെന്റ്, ഒരു പരിശോധന എന്നൊക്കെ പറയാം അല്ലെ. ഒരു ക്ലോസ് ആയിട്ടുള്ള അസസ്മെന്റ് എന്ന് പറയാം. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഇൻക്ലൂഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷന് സംഘത്തിന്റെ മാനേജ്മെന്റ്, രൂപീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലെ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്ലോസ് അസസ് ചെയ്യുന്നുണ്ട്. പിന്നെ സംഘത്തിന്റെ ബുക്സുകൾ, അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നില്ലേ. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. അപ്പം ആ ഒരു സംഘത്തിന്റെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റവും സംഘത്തിന്റെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഇവർ ക്ലോസ് ആയിട്ട് അസസ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് നോക്കുക കേട്ടോ. പിന്നെ നോക്കണം അല്ലെ, and the extent to which its activities were useful in promoting the economic welfare of the member in accordance with the cooperative principle. അവിടെ പറയുന്നത് സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ അംഗങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞൂടെ. കാരണം എക്കണോമിക് വെൽഫെയർ അല്ലെ, അവിടുത്തെ എന്താണ് പറയുക, ഒരു സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്രത്തോളം സഹായിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആ പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് നോക്കണം. കാരണം സംഘത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്, കാരണം അവരുടെ ഒരു സാമ്പത്തിക താല്പര്യം കാത്തു സൂക്ഷിക്കാനാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഘത്തിന്റെ ആക്ടിവിറ്റീസ് അതിന് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ ഒരു ഒബ്ജക്റ്റിലേക്ക് എത്താൻ യൂസ്ഫുൾ ആകുന്നുണ്ടോ, എത്രത്തോളം യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ സഹകരണ തത്വങ്ങളിൽ അധിഷ്ഠിതമാണോ എന്ന് നോക്കണം. പിന്നെ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് കംപ്ലൈൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് ആസ് വെൽ ആസ് IT ഓഡിറ്റ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ കംപ്ലൈൻസ് ഓഡിറ്റ് വരുന്നുണ്ട്, പെർഫോമൻസ് ഓഡിറ്റ് വരുന്നുണ്ട്, പിന്നെ എന്താണ് ആസ് വെൽ ആസ് IT ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, കമ്പ്യൂട്ടർ ഓഡിറ്റ്, സിസ്റ്റം ഓഡിറ്റ് എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഓർത്ത് നോക്കുക, ഇത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നതാണ്. നിലവിൽ ഇതില്ലായിരുന്നു കേട്ടോ, നിലവിൽ ഇതില്ലായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഇതും എന്താണ് അഡീഷൻ ആണ്. ആഡ് സബ്സെക്ഷൻ 2DB അല്ലെ, ഇതും അഡീഷൻ ആണെന്ന് ഓർത്ത് നോക്കുക. അതായത് സെക്ഷൻ 2 ബിലോ ദ എക്സിസ്റ്റിംഗ് സബ്സെക്ഷൻ 2DA അല്ലെ, സെക്ഷൻ 2DA അണ്ടറിലാണ് ഈ 2DB എന്ന് പറയുന്ന സബ്സെക്ഷൻ നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞ കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പോൾ ഒരു പാക്സ് അല്ലെ, അപ്പൊ ഒരു പാക്സിന്റെ ഒരു കോമൺ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ഒരു കോമൺ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാര്യങ്ങൾ പറയുക. എനിക്ക് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പാക്സ് മീൻസ് എന്താ അർത്ഥമാക്കുക? ആൻ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദാറ്റ് കവേഴ്സ് ദ കംപ്ലീറ്റ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് പാക്സ് ത്രൂ എ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്നാ പറയുക. ഓക്കെ, സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നു. അപ്പൊ അതിലെ എല്ലാ പ്രവർത്തനങ്ങളും സംഘത്തിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നു ഓർത്ത് വെച്ചാൽ മതി. അത് മുഖാന്തരം ചെയ്യുന്നു ഓർത്ത് വെക്കുക കേട്ടോ. നോക്കിയേ, എന്താ പറയുക, കോമൺ സോഫ്റ്റ്വെയർ ഫോർ പാക്സ് മീൻസ് ആൻ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദാറ്റ് കവേഴ്സ് കംപ്ലീറ്റ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് പാക്സ് ത്രൂ എ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ട് എന്ന് പറയാം. ഒരു സെൻട്രലൈസ്ഡ് ആർക്കിടെക്റ്റിലൂടെ എന്ത് ചെയ്യാണ്, സംഘത്തിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ ചെയ്യുന്നു ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു കോമൺ സോഫ്റ്റ്വെയർ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു കോമൺ സോഫ്റ്റ്വെയർ ഉടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓർത്ത് വെക്കുക.
പിന്നെ ഇതും പുതിയ അഡീഷൻ ആണ്, അഡീഷൻ ആണ്, സബ്സെക്ഷൻ 2DC എന്ന് പറഞ്ഞത് കേട്ടോ. DC എന്താ 2DBയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നതാണ് 2DC എന്ന് ഓർത്ത് നോക്കുക. എന്താണ് കൺസോർഷ്യം? എന്താണ് കൺസോർഷ്യം എന്ന് പറയുന്നത്? കൺസോർഷ്യം മീൻസ് എന്താണ്? എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൊ സഹകരണ സംഘങ്ങളുടെ ഒരു കോമൺ അസോസിയേഷൻ, ഒരു ഫോർമൽ അസോസിയേഷൻ അല്ലേ? ഒരു ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. എന്തിനു വേണ്ടി രൂപീകരിക്കുകയാണെന്ന് മീൻസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർമഡ് ബേസ്ഡ് ഓൺ എ കോമൺ ഒബ്ജക്റ്റീവ്, അതായത് ഒരു പൊതു ലക്ഷ്യത്തോടെ അല്ലെ, കോമൺ ഒബ്ജക്റ്റീവോടെ എന്ത് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എൻറ്റിറ്റി, ഒരു പുതിയ എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സഹകരണ സംഘങ്ങളുടെ ഒരു ഫോർമൽ അസോസിയേഷൻ ആണ് കൺസോർഷ്യം എന്ന് പറയുക. അവരങ്ങനെ ഒരു എന്താ പറയുക, ഒരു പുതിയ എൻറ്റിറ്റി രൂപീകരിക്കുന്നത്. എന്തിനു വേണ്ടി ആ എൻറ്റിറ്റി രൂപീകരിക്കുന്നത്? ഒരു എൻറ്റിറ്റി ഫോർ റേസിംഗ് ഫണ്ട് അല്ലെ, ഫണ്ട് കണ്ടെത്താൻ വേണ്ടി. എന്തിനു വേണ്ടി ഫണ്ട് കണ്ടെത്താൻ? ഫോർ റേസിംഗ് ഫണ്ട് ഫോർ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പബ്ലിക് പർപ്പസ് വിത്ത് അപ്രൂവൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? പൊതുവായ പബ്ലിക് അല്ലെ, പബ്ലിക് പർപ്പസിന് വേണ്ടിയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകാൻ വേണ്ടി, സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഒരു ന്യൂ എൻറ്റിറ്റി രൂപീകരിക്കുകയാണ് അല്ലെ. എങ്ങനെയാണ് ന്യൂ എൻറ്റിറ്റി രൂപീകരിക്കുന്നത് ചോദിച്ചാൽ എന്താ പറയുക, ഒരു സഹകരണ സംഘങ്ങളുടെ ഒരു ഫോർമൽ അസോസിയേഷനുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. മീൻസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർമഡ് ഓൺ എ കോമൺ ഒബ്ജക്റ്റീവ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എൻറ്റിറ്റി അല്ലെ. ഒരു ന്യൂ എൻറ്റിറ്റി രൂപീകരിക്കും. അതിലൂടെ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പബ്ലിക് പർപ്പസുകൾക്ക് നമ്മൾ സാമ്പത്തിക സഹായം നൽകുക. അപ്പം എന്താണ്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് അനുമതിയോടെ ആയിരിക്കും ചെയ്യുക എന്ന് ഓർത്ത് നോക്കുക കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് കൺസോർഷ്യം കൊടുക്കാന്ന് കേട്ടില്ലേ, കൺസോർഷ്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. കാരണം നിലവിലുണ്ടായിരുന്നതായിരുന്നു 2IB എന്ന് പറയുന്നത് എന്താണ്? ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് ഓർത്ത് നോക്കുക. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് 2IB. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ദ എക്സിസ്റ്റിംഗ് സബ്സെക്ഷൻ 2IB. നോക്കാം എന്താണ് മീൻസ് എ സൊസൈറ്റി. അപ്പൊ നമുക്ക് ഓൾറെഡി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാം ഇവിടെ എന്താണ് മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പൊ ഒരു ഫെഡറൽ സംഘത്തിന്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജില്ലയിൽ കൂടുതലായിരിക്കും അല്ലെ. ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് അല്ലെ, ഒരു ജില്ലയിൽ കൂടുതലായിരിക്കും അവരുടെ പ്രവർത്തന പരിധി. പിന്നെ പറയുന്നുണ്ട് ആൻഡ് ഹാവിംഗ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പർ. ഇപ്പൊ ഒരു ഫെഡറൽ സംഘത്തിലെ അംഗങ്ങൾ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഫെഡറൽ സംഘത്തിലെ അംഗങ്ങളിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സംസ്ഥാന ഗവൺമെന്റ് വരുന്നുണ്ട്, ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്, പിന്നെ മറ്റ് സഹകരണ സംഘങ്ങളും അവിടുത്തെ മെമ്പർ ആയിട്ട് വരുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ കൂടുതൽ പ്രവർത്തന പരിധി ഉള്ളതും അല്ലെ, ഒരു ജില്ലയിൽ കൂടുതൽ പ്രവർത്തന പരിധി ഉള്ളതും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇൻഡിവിജ്വലും മറ്റ് സഹകരണ സംഘങ്ങളും അംഗമായി വരുന്നതായിരിക്കും ഓർത്ത് വെക്കുക. അപ്പോൾ ഫെഡറൽ സംഘത്തില് സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗമാണ്, ഇൻഡിവിജ്വൽ അംഗമാണ്, മറ്റ് സംഘങ്ങളും അംഗമാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്നത് ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, ബട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. ഇപ്പൊ സംഘത്തിലെ ടോട്ടൽ അംഗങ്ങളിൽ അല്ലെ, സംഘത്തിൽ ഇപ്പൊ 100 അംഗങ്ങൾ എന്ന് വിചാരിച്ചു, എല്ലാവരുടെ കൂട്ടി അല്ലെ, അത് മറ്റ് സംഘങ്ങളെ ഇൻഡിവിജ്വലിനെയും ഗവൺമെന്റിനെ കൂട്ടി 100 അംഗമാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ അംഗങ്ങളുടെ എണ്ണം 25-ൽ കൂടാൻ പാടില്ല. ഇൻഡിവിജ്വൽ അംഗങ്ങളുടെ എണ്ണം എന്താണ് 25% കൂടാൻ പാടില്ല. അതായത് 100 പേരാണ് ആ ഒരു ഫെഡറൽ സംഘത്തിലെ അംഗങ്ങൾ എന്നുണ്ടെങ്കിൽ അവരുടെ 25 പേര് കൂടാൻ പാടില്ല. ആര്? ഇൻഡിവിജ്വൽ അംഗങ്ങൾ. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ബട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി, സംഘത്തിലെ എന്താണ് പറയുക, ഇൻഡിവിജ്വൽ മെമ്പറിന്റെ എണ്ണം എന്ന് പറയുന്നത് ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. സംഘത്തിന്റെ അംഗങ്ങളിലെ 25% കൂടാൻ പാടില്ല, സംഘത്തിലെ ആകെ അംഗങ്ങളുടെ 25% കൂടാൻ പാടില്ല എന്നു പറയുക ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് പ്രൊവൈഡ് ദാറ്റ്, എന്നിരുന്നാലും ഒരു പ്രൊവിഷൻ പറയുകയാണല്ലേ, എന്നിരുന്നാലും ആണോ? എന്നിരുന്നാലും പറയുകയാണ് the condition regarding number of individual members shall not be applicable to societies which are existence before the commencement of KCS Amendment Act 2023. അതായത് ഈ ആക്ട് വരുന്ന, അതായത് ഈ അമെൻമെന്റ് ആക്ടിന് മുൻപ് നിലവിലുള്ള സംഘങ്ങൾക്ക് ഇത് ബാധകമല്ല. ഓക്കെ, ഈ അമെൻമെന്റ് ആക്ട് വരുന്നതിന് മുൻപ്, ഇത് ആപ്ലിക്കബിൾ ആകുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ഫെഡറൽ സൊസൈറ്റിക്കൊന്നും ഇത് ബാധകമല്ല. ചിലപ്പോൾ അവിടെ പകുതി പേരും ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ എന്താണ് 25 കൂടുതൽ അംഗങ്ങൾ അവിടെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആണെങ്കിലൊന്നും കുഴപ്പമില്ല.
ഇത് വന്നതിന് ശേഷം ഇനിയും പുതിയൊരു ഫെഡറൽ സംഘം വരികയാണെങ്കിൽ അതിന് ബാധകമായിരിക്കും കേട്ടോ. ഇത് വന്നതിന് ശേഷം ഇനി പുതിയൊരു സംഘം വരികയാണ്, ഫെഡറൽ സംഘം വരികയാണെങ്കിൽ അതിന് ബാധകമായിരിക്കും. നിലവിലുള്ള സംഘങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ള ഫെഡറൽ സംഘങ്ങൾക്ക് ഇത് ബാധകമല്ല. നിലവിൽ എന്ന് പറഞ്ഞാൽ ഈ ആക്ട് വരുന്നതിന് മുൻപുള്ളതിന് ഇത് ബാധകമല്ല എന്ന് ഓർത്തു നോക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ പരീക്ഷ ഇങ്ങനെ എത്തിയല്ലേ. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന 20 മണിക്കൂർ ക്ലാസ്. അപ്പോൾ ഓരോ ദിവസവും 2 മണിക്കൂർ വീതം എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും 2 മണിക്കൂർ വീതമുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും. പിന്നെ 3 മോഡൽ എക്സാംസുകൾ 2016 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താണ് നമ്മുടെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക. പിന്നെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാംസ്, നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ബൂസ്റ്റർ ബാച്ച് ഉടനെ രൂപീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അത്യാവശ്യം കുറച്ച് അമെൻമെന്റ് ചെറിയൊരു പാർട്ട് മാത്രമാണ് എടുത്ത് തീർത്ത്. ഇനി കുറേ അധികം പഠിക്കാനുണ്ട്. വരും ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും അമെൻമെന്റ്സുകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.